നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിൽ ഒരു വെർമസലി പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം അളവിൽ വെർമസലി ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഇതിന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാലും കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. വീണ്ടും നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവ് 250 ml ആണ് കേട്ടോ 1 കപ്പ്. കൂടെ തന്നെ മധുരത്തിനായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കസ്റ്റാർഡിന്റെ മിക്സ് ആണ് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നലിച്ചെടുക്കണേ. നല്ലപോലെ നമ്മൾ ചേർത്ത ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ല തിക്കായിട്ട് കേട്ടോ നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത്. എങ്കിൽ നമ്മളിങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറിലേക്കും വേണം കേട്ടോ. എന്നിട്ട് ചൂടിൽ തന്നെ നമ്മൾ ഏത് ട്രെയിലാണ് സെറ്റ് ചെയ്തത് ആ ഒരു ട്രെയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചുടക്കാൻ മാറിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുക്കാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.